ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും CBI അന്വേഷണവും തമ്മിലുള്ള ബെറ്റർ കോർഡിനേഷൻ, നല്ല നിലയിലുള്ള ഒരു കോർഡിനേഷൻ NDAയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശം എല്ലാ അംഗങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വേണ്ടത്ര പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ നിന്നും അതുപോലെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെയുള്ള കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ NTAയുടെ മേൽനോട്ടത്തിൽ വരേണ്ടതായി അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എല്ലാ അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അതിൻ്റെ ചെയർമാൻ, ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ മറ്റ് മേഖലയിൽ നിന്നും വരുന്നവരാകുന്നതുകൊണ്ട് ഈ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെടാനോ മനസ്സിലാക്കാനോ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. പ്രത്യേകിച്ചും എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ രംഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ NTA തലപ്പത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം പൊതുവിൽ പങ്കുവയ്ക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് സിസ്റ്റം ഏർപ്പെടുത്തപ്പെടണമെന്നുള്ള ഒരു പൊതുവികാരമാണ് ഇക്കാര്യത്തിൽ എല്ലാവരും പങ്കുവച്ചത്. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ 2024-ലും 2026-ലും ഏതാണ്ട് സമാനമായ നിലയിൽ തന്നെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ NTA വെറും ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പൂർണ്ണമായി തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷം മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ മെക്കാനിസം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ഫലപ്രദമായ നിർദ്ദേശം പാർലമെൻ്ററി കമ്മിറ്റി വളരെ ശക്തമായ നിലയിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് അവർ തുടർച്ചയായി നൽകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിവാദങ്ങളിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കൃത്യമായ തരത്തിൽ ശിക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായൊരു നിലപാടുണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൃത്യമായ നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരാവശ്യം. ഇപ്പോൾ ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ആശങ്കയില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ NTA ഫുള്ളി എക്യുപ്ഡ് ആകണം, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫഷണലുകളാകണം. ഈ തരത്തിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ സമ്പ്രദായം, ഏറ്റവും പ്രധാനമായും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു വിഷയം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ NTAക്ക് നല്ല റവന്യൂ ഉണ്ട്, ഏതാണ്ട് 500 കോടി രൂപയോളം അവരുടെ കയ്യിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയപ്പെടുന്നത് പോലെ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ വർഷാവർഷങ്ങളിൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് പ്രൈവറ്റ് വെൻഡേഴ്സിലേക്ക്, മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ മധ്യവർത്തികളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ള വലിയ വിമർശനം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇനി തുടർച്ചയായിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യവും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവുമാണ് വേണ്ടത് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം കൂടി, നാളെ യോഗം ഉണ്ടല്ലോ. ഇപ്പോൾ CBSEയുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ കൊടുക്കാനുള്ള തീയതി ഇന്നായിരുന്നു. സൈറ്റ് വർക്കിംഗ് അല്ല. നിരവധി പ്രശ്നങ്ങൾ CBSEയിലുണ്ട്. OSMനെ സംബന്ധിച്ച് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയെ കുറിച്ച് രാഹുൽ ഗാന്ധി തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഇതിൽ അഴിമതി നടന്നു. അപ്പോൾ ആ കാര്യം നാളെ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഇപ്പോൾ CBSEയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാളത്തെ യോഗത്തിൽ, നാളെയും ഉന്നത ഉദ്യോഗസ്ഥന്മാർ CBSEയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായതായ വിവാദങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നാളത്തെ മീറ്റിങ്ങിൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് പൊതുബന്ധത്തിലുണ്ടല്ലോ. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തരത്തിൽ നമുക്ക് നാളത്തെ ചർച്ചയിൽ പൊതുവെയുള്ള ആശങ്കകൾ സ്വാഭാവികമായി ചർച്ച ചെയ്യാം. ഏതായാലും നാളത്തെ യോഗത്തിന് ശേഷം ആ കാര്യങ്ങൾ മറ്റൊരു പൊളിറ്റിക്കൽ ചോദ്യം, അന്ന് പലപ്പോഴും പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല, പക്ഷേ ഇടുക്കിയിലെ കേസിലൊക്കെ അങ്ങേ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടവരെയൊക്കെ വെട്ടി നിർത്തുകയാണല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന നടപടി, അനൂപ് കോച്ചേരി DCC അംഗമാണ്, അങ്ങേ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് DCC പ്രസിഡന്റ്. ശരിയാണോ? ഈ കാര്യത്തിൽ ഞാൻ പൊതുവെ എടുത്തിട്ടുള്ള നിലപാട് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ
അപ്പോൾ ചോദിച്ചതുകൊണ്ടുള്ള എൻ്റെ മറുപടി അത് സ്വാഭാവികമായിട്ടും പാർട്ടി പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അഭിപ്രായം പറഞ്ഞത് പൊതുമധ്യത്തിലുണ്ട്. ഞാൻ ആർക്കെതിരെയുമല്ല അഭിപ്രായം പറഞ്ഞത്. പൊതുവിൽ അന്നത്തെ സമയത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി അണികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വൈകാരികമായ പ്രതികരണത്തെ ഞാൻ അനുകൂലിച്ചിട്ടുണ്ട്, 100% അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് എൻ്റെ സ്റ്റാൻഡ് ആ ഒരു തലത്തിൽ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ അക്കാര്യത്തിൽ ഒരു നടപടിയിലേക്കൊന്നും പോകേണ്ടതില്ല എന്നും അക്കാര്യത്തിൽ ഇനി മറ്റ് അലോസരങ്ങൾ ഉണ്ടാവാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് പാർട്ടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായതിനു ശേഷം യാതൊരു വിധത്തിലുമുള്ള മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇടുക്കിയിലെന്നല്ല, കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും അക്കാര്യത്തിൽ പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് വെച്ച അവരാവശ്യം പരിഗണിച്ച് പിന്നീട് യാതൊരു അലോസരപ്പെടുത്തലുകളുമില്ലാതെ മുന്നോട്ട് പോയി, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. പക്ഷേ അതിന് ശേഷമാണ് ഈ വിധത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതും പാർട്ടി പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ അച്ചടക്ക നടപടി ഉണ്ടായത് ഒരു ആശ്ചര്യജനകമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അല്ല, സ്വാഭാവികം ഞാൻ ഇതിനകത്തൊന്നും ഒരു പരാതിക്കാരനല്ല. പക്ഷേ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലോ ഇനി അതല്ലെങ്കിൽ ഞാൻ പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, ഞാൻ ഒരിക്കലും ഒരു അച്ചടക്കത്തിൻ്റെ സീമകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. ഇവിടെ ഈ വിധത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത് നിശ്ചയമായും പാർട്ടി പരിശോധിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാനൊരു പരാതിക്കാരനല്ല. ഞാൻ ഇതിൻ്റെ പേരിലൊന്നും പരാതി പറയാൻ ഒരിടത്തും പോകുന്നില്ല. ഞാൻ ഒരാൾക്കെതിരെ, ഞാൻ ആരെയും ഈ പറയുന്ന പോലെ ഒരു വെറുപ്പിൻ്റെ പേരിലോ ഇനി അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരം ഉണ്ടായി, ഇപ്പോൾ DCC പ്രസിഡന്റ് എനിക്കെതിരെ സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിന് എന്നെ കിട്ടുകയില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള അനാവശ്യമായ ചർച്ചകളിലേക്ക് ഇത്തരം സംഭവ വികാസങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നതും എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ മാത്രം അത് സംഭവിക്കുന്നു എന്നുള്ളതും KPCC നേതൃത്വം നിശ്ചയമായിട്ടും പരിഗണിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. അത് അവസരം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും എന്നോട് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ പാർട്ടി നേതൃത്വത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. ഏതായാലും അത്തരം സംഭവങ്ങൾ ആശ്ചര്യജനകമാണ്, അത്രയും ഞാൻ പറയുന്നു. ഇല്ലില്ല, ഞാൻ പറഞ്ഞു ഞാൻ ആർക്കെതിരെയും പരാതിക്കാരനല്ല. ഞാൻ ഒരാൾക്കെതിരെയും പരാതി കൊടുക്കാൻ തയ്യാറുമല്ല. എന്നോട് എന്തെങ്കിലും പാർട്ടി നേതൃത്വം ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ മറുപടി